അന്വേഷണം ഉന്നതരിലേക്ക് പോകണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം ഇപ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തത്. അതല്ലാതെ കണ്ട ഒരു ഫോട്ടോയുടെ പേരിൽ മാത്രമൊന്നുമല്ല കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ വന്നിട്ടുള്ള നിരവധി ആളുകൾ ഇതിൽ പങ്കാളികളായി വന്നിരിക്കുകയാണ്. ആ പങ്കാളികളായി വന്നിട്ടുള്ള ആളുകളെ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ഈശ്വര വിശ്വാസികൾ എന്നുള്ള നിലയിലാണ് ശബരിമലയ്ക്ക് വേണ്ടി അവിടെ സ്വർണം പൊതിയുന്ന കാര്യത്തിലാണെങ്കിലും മറ്റ് കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ നൽകപ്പെടുന്നത്. പക്ഷെ ആ സ്വർണം പങ്കുവെച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതാണ് ഞങ്ങൾ ഇത് ആദ്യം മുതൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് അന്വേഷണത്തിലൂടെ ജനങ്ങൾക്ക്, ഈശ്വര വിശ്വാസികൾക്ക്, അത് നാനാജാതി മതത്തിൽപ്പെട്ടവരുണ്ട്, അതല്ലാതെ ഒരു ജാതിയിൽപ്പെട്ട ആളുകൾ നൽകിയ ഒരു കാര്യമല്ല. നാനാജാതി മതത്തിൽപ്പെട്ടവർ നൽകിയിട്ടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ അത് കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നടപടികൾ സ്വീകരിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞു ഒരു CBI അന്വേഷണം നടക്കട്ടെ. അപ്പോഴാണ് കോടതി ഇടപെട്ടുകൊണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടക്കും എന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ച് നടക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടത്. ഇപ്പോൾ കടകംപള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നിപ്പോൾ പത്രത്തിൽ വന്നു. ഇത് എത്രയോ നാളുകൾക്ക് മുൻപ് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചു. അത് മാറ്റിവെച്ച കാര്യത്തിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇൻവോൾവ്മെൻറ്റ് അതിനകത്തുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത്. കാര്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരുന്നു അവരുടെ ലക്ഷ്യം. ഞാൻ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി മേഖലകൾ പോയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എന്തായാലും ഈ കാര്യങ്ങൾ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇത് നിർത്തിവെച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണമോ അല്ലെങ്കിൽ ചർച്ചകളോ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞത് അപ്പാടെ യാഥാർത്ഥ്യമായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അക്കാര്യങ്ങൾക്ക് ഇവിടെ ചർച്ചയുണ്ടായത്. എന്തായാലും കടകംപള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ഇതിൽ ഈ SITയുടെ അന്വേഷണത്തിൽ ഇപ്പോൾ നിങ്ങൾ തൃപ്തികരമാണോ? ഈ CBI അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടൊരു പശ്ചാത്തലം ഉണ്ടല്ലോ. അല്ല, SITയുടെ അന്വേഷണം എന്ന് പറയുന്നത് കൃത്യമായി അത് നടത്തിയാൽ ഞങ്ങളതിനെ എതിർക്കുന്നില്ല. ഞങ്ങൾ അതുകൊണ്ടാണല്ലോ ആദ്യം പറഞ്ഞ SITയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് കൃത്യമായി നടക്കണം. അതിനെ മറ്റുള്ള ആളുകൾ നിയന്ത്രിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അങ്ങനെ നിയന്ത്രിക്കുന്നുണ്ട് എന്നൊരു പരാതി ഉണ്ടോ? അല്ല, നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളതിന് പരാതി ആണല്ലോ ഞങ്ങൾ പറഞ്ഞത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. ഇത് ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ തന്നെ വളരെ അധികം കാലതാമസം എടുത്തു.